എല്ലാവർക്കും ഓർമ്മയുണ്ടാകാം, താനൂരിൽ ഒരു ബോട്ടപകടം നടന്നു. ആ ബോട്ടപകടത്തിൽ നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ച ഒരു സംഭവമാണ്. ആ താനൂർ കടപ്പുറത്ത് ഒരു കൊച്ചു വീടിന്റെ തറയിൽ, അഥവാ പൂർത്തീകരിക്കാത്ത ചുമരു വെക്കാത്ത പഴകിയ ഒരു തറക്ക് മുകളിൽ 9 മൃതദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. 9 ജനാസ. അഥവാ താനൂരിലെ മത്സ്യത്തൊഴിലാളിയായ കുന്നുമ്മൽ സൈദലവിയുടെ കുടുംബം. ആ കുന്നുമ്മൽ സൈദലവിയുടെ ഭാര്യയും മക്കളും, അദ്ദേഹത്തിന്റെ അനുജൻ നസീറിന്റെ ഭാര്യയും മക്കളും, അഥവാ 2 ഭാര്യമാരും അതുപോലെ തന്നെ 7 മക്കളും ഉൾപ്പെടെ 9 മൃതദേഹം അങ്ങ് നിരത്തി വെച്ചിരുന്നു. അപ്പോഴാണ് മലയാളി അറിയുന്നത്, ആ പെരത്തറയുടെ അടുത്ത ഒരു കൊച്ചു കൂരയുണ്ട്, അഥവാ ഓലയുടെ തടുക്കുകൊണ്ട് മേഞ്ഞ ഒരു കൊച്ചു കൂര. ആ കൂരക്കകത്താണ് ഈ കുടുംബം താമസിച്ചിരുന്നത് എന്ന്. അവർക്ക് റൂമുകളില്ല, അവർക്ക് കതകുകളില്ല, അവർക്ക് ജനാലകളില്ല. അവർ ആ കൂരക്കകത്ത് താമസിക്കുമ്പോൾ അവരുടെ സ്വപ്നമായിരുന്നു, അവരുടെ പ്രതീക്ഷയായിരുന്നു ഈ പറയപ്പെട്ട തറ എന്ന് പറയുന്നത്. അവസാനം അവർക്ക് മുകളിൽ നമ്മൾ മീസാൻ കല്ല് വെച്ച നമ്മൾ സങ്കടപ്പെട്ട പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ബാധ്യതയില്ലേ? നമുക്ക് ബാധ്യതയില്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അഥവാ പേമാരി പെയ്യുമ്പോൾ, ആകാശത്ത് ഇടിമുഴക്കം കേൾക്കുമ്പോൾ, കാറ്റും കോളും വരുമ്പോൾ കൊച്ചു പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് തൊട്ടടുത്ത വീടിന്റെ സിറ്റ് ഔട്ടിൽ പോയിട്ട് അന്തി ഉറങ്ങുന്ന അമ്മമാരുടെ നാട് കൂടിയാണ് നമ്മുടെ നാട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമാണ്. പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ കഴിഞ്ഞുകൂടുന്ന, ഷട്ടർ ഒന്ന് താഴ്ത്തിയതിനു ശേഷം കടത്തുന്നഴിവിൽ പോയി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ഉമ്മമാരും അമ്മമാരുമുള്ള മലയോര മേഖലയും തീരദേശ മേഖലയും നമുക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഏറ്റവും ഉജ്ജ്വലമായ സ്വഭാവത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സക്കാത്തിന്റെ ആവിഷ്കാരം നമുക്ക് നിർവഹിക്കാൻ സാധ്യമാണോ എന്നാണ് കാലം നമ്മോട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം എടുക്കാം, എഡ്യൂക്കേഷന്റെ കാര്യം എടുക്കാം. പക്ഷെ പണിയില്ല, പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ, പുതിയ കുട്ടികൾ നമ്മൾ പഴയതുപോലെയല്ല, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾ പീപ്പിൾസ് ഫൗണ്ടേഷന്റെയും ബൈത്തു സക്കാത്തിന്റെയും ഒരുപാട് അപേക്ഷകളുടെ മുമ്പിൽ പലപ്പോഴും നിറകണ്ണുകളോടുകൂടി ഷെയ്ഖ് സാഹിബ് എന്നെ കാണുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, മുജീബ് സാഹിബ്, അപേക്ഷകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആവശ്യങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് മുമ്പിൽ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. എന്റെ അച്ഛന് ക്യാൻസർ ആണ്, എന്റെ അമ്മയ്ക്ക് കിഡ്നി പേഷ്യന്റ് ആണ്, ഞങ്ങൾ വാടക വീട്ടിലാണ്. നിങ്ങൾ ഒരൊറ്റമുറി വീട് തന്നാൽ, അധികം വേണ്ട, 350 സ്ക്വയർ ഫീറ്റിന്റെ ഒരൊറ്റമുറി വീട് തന്നാൽ എന്റെ അച്ഛന് സ്വന്തം വീട്ടിൽ അന്ത്യശ്വാസം വലിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു അപേക്ഷയ്ക്ക് മുമ്പിൽ നമ്മൾ എന്താണ് സുഹൃത്തുക്കളെ പറയുക? നമ്മുടെ ഒരു ടോയ്ലറ്റിന് നീക്കി വെക്കുന്ന പണമാണ് ഒരൊറ്റമുറി വീടിന്റെ പണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കേരളത്തിൽ നമ്മളറിയാത്ത ഒരു മലയാളി ജീവിതം എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സക്കാത്ത് കൊണ്ട് ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എങ്കിൽ ഉള്ളവനിൽ നിന്നെടുത്ത നിങ്ങൾ ഇല്ലാത്തവരിലേക്ക് കൊടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമയക്കുറവ് മുതൽ ഞാൻ പറയുന്നില്ല. ഡയാലിസിസ് പേഷ്യന്റ്, എനിക്കൊന്ന് ഷെയ്ഖ് സാഹിബ്, ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഇന്ന് ഡയാലിസിസ് പേഷ്യൻസ് ആണ്. അഥവാ കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ചികിത്സ തുടങ്ങിയിട്ട് അവസാനം വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് വീട് ജപ്തി ചെയ്തു പോണ ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണോ? ആ ലിസ്റ്റ് തരാൻ സന്നദ്ധമാണ്. അത്തരത്തിലുള്ള നിരവധി അപേക്ഷകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നേരത്തെ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ എന്റെ സ്വർഗം പള്ളിയിൽ മാത്രമല്ല ഉള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരായ അടിയാറുകളോടുള്ള എന്റെ ബാധ്യതാ നിർവഹണത്തിൽ, പടച്ചവന്റെ പടപ്പുകളോടുള്ള ബാധ്യതാ നിർവഹണത്തിലൂടെയാണ് ഞാൻ എന്റെ സ്വർഗം കണ്ടെത്തേണ്ടത്. നിറകണ്ണുകളോടുകൂടി അന്തി ഉറങ്ങുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ എന്റെ സ്വർഗത്തിലേക്കുള്ള വഴിത്താറ് വെട്ടിത്തെളിയിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിയ കാത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വംശീയത കത്തുന്ന ഒരു ലോകത്ത് ദേശമല്ല, അഥവാ ദേവന്മാർ ദേവന്മാരല്ല, ഇനി ദേശത്തിലേക്ക്, രാമനല്ല രാമരാജ്യത്തിലേക്ക് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അഥവാ വിദ്വേഷാഗ്നി കാളിക്കത്തുന്ന ഒരു ലോകം, വംശീയാഗ്നി ആളിക്കത്തുന്ന ഒരു ലോകം. ഇത്തരം ഒരു ലോകത്ത് ഞാൻ പറയുക, വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ഞാൻ വളരെ ഹൃദയം തുറന്ന് എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, ആ വെറുപ്പിന്റെ കാട്ടുതീയെ നമുക്ക് സ്നേഹത്തിന്റെയും ആദർശത്തിന്റെയും ആ ആദർശത്തിന്റെ സുന്ദരമായ ആവിഷ്കാരങ്ങളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനങ്ങളിലൂടെയും നമുക്കതിനെ അണക്കാൻ കഴിയും
സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതാണ് ബൈത്തുൽ സക്കാത്ത് അഥവാ വിശക്കുന്നവർക്ക് ആഹാരമായി, ദാഹിക്കുന്നവർക്ക് ദാഹജലമായി, രോഗികൾക്ക് ചികിത്സയായി, വീടില്ലാത്തവന് കാരുണ്യത്തിന്റെ മേൽക്കൂരയായി, നിരക്ഷര ജനതക്ക് അക്ഷരഖനിയായി, ഉപജീവനത്തിന് വഴിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലുപാധിയായി, മാത്രമല്ല ജീവിതം പെരുവഴിയിലും പൊരുവയിലെത്തും കടന്ന് കഷ്ടപ്പെടുന്ന വൃദ്ധന ജനതയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തോളം വിശാലമായ ക്യാൻവാസിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സക്കാത്ത് എന്ന് പറയുന്ന ആശയത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ സക്കാത്ത് സമകാലിക സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യമെന്ന് വളരെ എളിയ മനസ്സോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി ഉണർത്തിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, യാചകനെ സൃഷ്ടിക്കാനുള്ളതല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒരു ജനതയെ രൂപപ്പെടുത്താനാണ്. സക്കാത്ത് യാചകനെ സൃഷ്ടിക്കാനുള്ളതല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് കൈനീട്ടിയ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു സുഹൃത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ നാണയത്തൊട്ടുകൊണ്ടല്ല പ്രതികരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഴ കൊടുത്തിട്ട് ഉപജീവന മാർഗം തേടാനാണ്. സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ജനവിഭാഗത്തിന് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലേക്ക് കൈനീട്ടിയ തന്റെ സന്തത സഹചാരിക്ക് മഴ വെച്ചു കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ അവന്റെ ഉപജീവന മാർഗം കൈമാറുന്നതിന്റെ പേരാണ് സക്കാത്ത് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ സുന്ദരമായ ആവിഷ്കാരം എന്ന് പറയുന്നത് ആരാധനക്കപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ നിഖല മേഖലകളിൽ വളരെ സൗന്ദര്യത്തോടുകൂടി നമുക്ക് പ്രതിനിധീകരിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സർഗാത്മകത, അതിനുള്ള ക്രിയേറ്റിവിറ്റി, അതിനുള്ള സംഘടിത സ്വഭാവം നമുക്കിനിയും വളർത്തിയെടുക്കേണ്ടതുണ്ട്.